Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാലുമണി പലഹാരത്തിൻ്റെയാണ്. വളരെ ടേസ്റ്റിയും എന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. ചെറുപയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. ഇന്ന് വരെ അങ്ങനെ ആരും തയ്യാറാക്കിയെടുക്കാത്ത നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറുപയറാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ചെടുത്ത ചെറുപയറാണ് കേട്ടോ. ഞാനിത് 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഒരുപാട് വേവിച്ച് അലിയിച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വേണം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. നമ്മളിത് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവും. എന്നാൽ ഇതുപോലെ ഉതിർന്ന് കിടക്കണം. ഒരുപാട് അലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ കഴിയില്ല. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കണം. ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത്. ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കറക്കി എടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഒരുപാട് സമയം ചെയ്തെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ശരിക്കും ഷേപ്പ് ചെയ്തെടുക്കാനൊന്നും കഴിയൂല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഒന്ന് ചതച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ അടിഭാഗം മാത്രം ചതഞ്ഞ് കിട്ടും, മുകൾ ഭാഗം അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്ത് പൾസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചതക്കി എടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലിങ്ങനെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉതിർത്തെടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും ഏലക്കപ്പൊടി ഉപ്പൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴേക്കും ഒന്നുകൂടെ ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ അളവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് സമയം വറുത്തെടുത്തിട്ട് ഒരു ബ്രൗൺ നിറം ആക്കി എടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ ഞാനിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കണം കേട്ടോ. അത് മറ്റു പഴങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരുപാട് പഴുത്ത് ഓവറായിട്ടുള്ള പഴം എടുത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാൻ കഴിയില്ല കേട്ടോ. ഇതുപോലെ ഒരു മീഡിയം പഴുപ്പിലുള്ള പഴം വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ സ്റ്റീമർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ വേണം കേട്ടോ അത് പുഴുങ്ങിയെടുക്കാൻ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്നും പഴം പുഴുങ്ങിയെടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പഴത്തിൽ വെള്ളം കയറിയിട്ട് നമുക്കത് ശരിക്കും തയ്യാറാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ ആവിയിൽ വെച്ചിട്ട് തന്നെ വേണം ഈ ഒരു പഴം ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പഴം ഇതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ചൂടോട് കൂടി തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ഒരു ഫോർക്കോ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ ഉടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴം മുഴുവനായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചെറുപയറും അതുപോലെ തന്നെ തേങ്ങ വറുത്തത് ഉപയോഗിച്ചിട്ട് ഒരു ബോൾ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറുപയറിൽ നിന്നിട്ട് ഒരല്പം ആദ്യം എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ബോളാക്കി എടുക്കണം.
എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കുഴിയാക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ബോളാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഇത് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു തേങ്ങയൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇതുപോലെ ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാനൊരു 5 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള പഴം വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ പഴം ഷേപ്പാക്കി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കയ്യിലൊരല്പം ഓയിൽ പുരട്ടി കൊടുക്കാം. കാരണം പഴം ഉടച്ച പഴം ആയതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ഓരോരോ ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് പരത്തിയിട്ട് അതിനുള്ളിലായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെറുപയർ ബോൾസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും ഈ ഒരു പഴം വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുക. അപ്പോൾ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി പഴം ഉടച്ചതൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മുഴുവനായിട്ടും കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇത് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 5 എണ്ണവും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ തീ കുറച്ചൊന്നും വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ പഴം ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ ഇത് നമ്മൾ പഴം വേവിച്ചെടുത്തതാണ്, അതുപോലെ തന്നെ ചെറുപയറൊക്കെ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 എണ്ണം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഴവും ചെറുപയറൊക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ബോൾസ് ആയിട്ട് സേവ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് സേവ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ആയിരിക്കും കാണാനും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവുക. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്